നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇതുപോലെ പതിനായിരക്കണക്കിന് കല്ലുകൾ ഒലിച്ചെത്തി ഒരു ഗ്രാമത്തെ ആകെ ഇല്ലായ്മ ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ദുരന്ത കാഴ്ചകളാണ്. ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ നായ്ക്കളെ ഉൾപ്പെടെ നമുക്ക് കാണാം. ഒരുപാട് മനുഷ്യർ സ്നേഹിച്ച് വളർത്തിയ നായ്ക്കൾ ഉൾപ്പെടെ ഒറ്റപ്പെട്ടിരിക്കുന്നു. പലതും മണ്ണിനടിയിലായിരിക്കുന്നു. അതിൽ നിന്ന് അതിജീവനം തേടിയവർ അവരുടെ ഉറ്റവരെ കാണാതെ വേദനിക്കുന്നു. ഒപ്പം മനുഷ്യർ പലയിടങ്ങളിലായി അവരുടെ ഉറ്റവരെയും ഉടയവരെയും തേടുന്നതിൻ്റെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ. ഏതാണ്ട് 225 പേരെ കാണാതായിട്ടുണ്ട് എന്ന കണക്ക് സർക്കാർ ഔദ്യോഗികമായി തന്നെ പുറത്തുവിടുമ്പോൾ ഒരുപക്ഷെ അതിനുമപ്പുറം ആളുകൾ ഉണ്ടാകാം കാണാതായവരിൽ എന്ന വിവരമുണ്ട്. ചാലിയാറിലൂടെയും മറ്റുമൊക്കെ ഒഴുകിയെത്തിയ പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പോലും ആകാത്ത വിധത്തിലാണ്. മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രം ഒഴുകിയെത്തിയ സംഭവങ്ങൾ ഉൾപ്പെടെ വരുന്നു. അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോഴും രക്ഷാദൗത്യം പൂർണ്ണതോതിൽ അത്രമേൽ ശ്രമകരമായ ദൗത്യം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അതിനുള്ള സാധ്യമായ എല്ലാ ശ്രമങ്ങളും അവിടെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും മോശം കാലാവസ്ഥ, അവിടെ പാലം പൂർണ്ണമായും ഒലിച്ചുപോയ ദുർഘട സ്ഥിതി, ഇതൊക്കെയും പൂർണ്ണതോതിലുള്ള രക്ഷാദൗത്യം അവിടെ സാധ്യമാക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ബെയിലി പാലം അതിനുള്ള സാമഗ്രികൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലം നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ ഊർജിതമായ തെരച്ചിൽ നടക്കൂ. ഇപ്പോൾ മനുഷ്യസാധ്യമായ വിധത്തിൽ അവിടെ തെരച്ചിൽ പുരോഗമിക്കുന്നു. അതിന് എല്ലാ സേനാ വിഭാഗങ്ങളും അവിടെ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിനൊപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ, രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സന്നദ്ധരായി എത്തിയ ഒരു കൂട്ടം നല്ല മനുഷ്യരും അവിടെ മനുഷ്യസാധ്യമായ വിധത്തിൽ അവിടെ തെരച്ചിൽ നടത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. വി വിനോദ് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. വിനോദ്, സഭയിൽ വലിയ വിഷയമായി തന്നെ കേരളത്തിന്റെ മഹാദുരന്തം ചർച്ച ചെയ്യപ്പെടുകയാണ്. അവിടെ കേരളം അനാസ്ഥ വരുത്തി എന്ന അമിത്ഷായുടെ വാക്കുകൾ ചർച്ചയാകുന്നു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഈ ഹെലികോപ്റ്റർ ലൈവല്ല, ദൃശ്യങ്ങൾ ലൈവല്ല, പക്ഷേ അവിടെ ഫുഡ് ഉൾപ്പെടെയുള്ള എത്തിച്ച നേരത്തെയുള്ള ദൃശ്യങ്ങളാണ്. വയനാട് കളക്ടർ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി അവിടെ സമാഹരിച്ച ഭക്ഷണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി ഈ ദുരന്ത സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. വിനോദ് തുടരുന്നുണ്ട്. സഭയിൽ ഇപ്പോഴും ആ വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. വിനോദ്, മുഖ്യമന്ത്രി 4 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നതാണ് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രളയ സമയത്ത് സമാനമായ വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞിരുന്നു. ഇപ്പോൾ ഇത്രയധികം 200-നടുത്ത് 199 മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. 200-ലധികം ആളുകളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത സാഹചര്യം നിൽക്കുന്നു. 7000-ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു അനാസ്ഥയുടെ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി അതിന് മറുപടി പറയും എന്നാണോ പ്രതീക്ഷിക്കപ്പെടുന്നത്? മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ആണ് സർക്കാരിന് മുന്നിലുള്ളത്, അവർ മറുപടി പറയേണ്ട വിഷയമായി മുന്നിലുള്ളത്? രേണുക, ഇപ്പോൾ നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു സാഹചര്യം ഏത് ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പരിശോധിക്കാം. അതായത് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് JCB പോലും അവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. അതായത് യന്ത്രസഹായത്തോടുള്ള ഒരു രക്ഷാപ്രവർത്തനം സാധ്യമായത് പോലും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ്. ഇപ്പോഴും ഏതാണ്ട് 250ഓളം പേർ പട്ടിക പ്രകാരം അങ്ങനെയാണ്. അത്രയും ആളുകൾ മിസ്സിംഗ് ആണ്. അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. തിരച്ചിൽ നടക്കുകയാണ്. മരണസംഖ്യ 199 എന്ന ഔദ്യോഗികമായ ഒരു കണക്ക് പുറത്തു വന്നിരിക്കുന്നു. അനൗദ്യോഗികമായി 200-ന് മുകളിലേക്കാണ് ഈ മരണസംഖ്യ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔദ്യോഗികമായ കണക്കുകളാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഒരു രാഷ്ട്രീയ ചർച്ചയായി അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദം ഇതിലേക്ക് വരുന്നത്. എത്രമാത്രം ഔചിത്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ രാഷ്ട്രീയ ചർച്ചയായി ഇത് വഴിമാറിപ്പോയാൽ എന്ന കാര്യത്തിൽ നമുക്ക് പോലും സംശയമുണ്ട്. കാരണം രക്ഷാപ്രവർത്തനം ആ ദൗത്യം പൂർത്തിയാകുന്നതിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നൊരു സമയമാണ്. കാരണം ഇപ്പോഴാണ് ഈ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം പോലും നടക്കുന്നത്. രാവിലെ അനുമോദ് തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ അവിടെ ഈ അടർന്നു വന്ന പാറയുടെ വലിപ്പമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള പടുകൂറ്റൻ ഈ പാറകൾ ഉൾപ്പെടെ മാറ്റി അതിനടിയിലെ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയ ആളുകളുണ്ട്. അവരെയൊക്കെ രക്ഷപ്പെടുത്തേണ്ട ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. ഏതായിരുന്നാലും ആ കാര്യത്തിൽ
ഈ ഉത്തരവാദിത്വം എന്നത് സർക്കാരുകളുടെ ബാധ്യതയാണ്. അത് എവിടെ പിഴച്ചു എന്നത് സംബന്ധിച്ചുള്ളൊരു ചർച്ച, ആ ഒരു ചർച്ചയാണ് ഉയർന്നു വരുന്നത്. പക്ഷേ അത് അങ്ങനെ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് വഴുതി മാറിപ്പോയാൽ ഇപ്പോൾ നടക്കുന്നൊരു ദൗത്യമുണ്ട്. അത് കൃത്യമായി ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ അത് പൂർത്തിയാകേണ്ടതുണ്ട്. ഈ ദൗത്യം പൂർത്തിയാക്കേണ്ടതുണ്ട്. അമിത്ഷാ ഇന്ന് രാജ്യസഭയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം നടത്തിയത്. നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നതാണ്. വലിയ തോതിൽ മഴ അനുഭവപ്പെടുമെന്ന കാര്യം സംസ്ഥാനത്തിന് മുന്നറിയിപ്പായി നൽകിയിരുന്നതാണ്. അത് 23-ന് ഒരാഴ്ച മുൻപ് തന്നെ നൽകിയിരുന്നു. അതിനുശേഷവും ഈ മുന്നറിയിപ്പ് നൽകി. അതിന് പുറമെ NDRFിൻ്റെ സംഘത്തെ കേരളത്തിലേക്ക് അയച്ചു. അതൊരു ജാഗ്രതാ നടപടി എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറയുന്നത്. അവിടെ സംസ്ഥാനത്തിന് വീഴ്ച വന്നു എന്ന് തന്നെയാണ് അമിത്ഷാ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും അവിടെ ഒഴിപ്പിക്കൽ നടപടികൾ ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന തരത്തിലുള്ള ഒരു ആരോപണം നമുക്കറിയാം. 2018 പ്രളയ സമയത്ത് സമാനമായ രീതിയിൽ ഈ രാഷ്ട്രീയ ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നു വന്നതാണ്. അന്ന് ഈ ജലനിരപ്പ് ഉയർന്നിട്ടും ഡാമുകൾ തുറക്കാത്തത് വൈദ്യുതി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയായിരുന്നു. സർക്കാരിന് അങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ ഡാമുകളെല്ലാം ഒരുമിച്ച് തുറന്നുവിടേണ്ടി വന്നു എന്ന തരത്തിലുള്ള ആരോപണവും വിമർശനവും അതുണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലം നമുക്കറിയാവുന്നതാണ്. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഒരു ചർച്ച ഉരുത്തിരിഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു ആരോപണം അമിത്ഷായുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇന്ന് 4 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയായിരിക്കും ഈ അമിത്ഷായുടെ പരാമർശത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകാതെ ഇപ്പോൾ നടക്കുന്ന ദൗത്യം അത് പൂർത്തിയാകട്ടെ, അതിനുശേഷം ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാം എന്നൊരു നിലപാട് മുഖ്യമന്ത്രി എടുക്കുമോ, അതല്ല ഇതിനുള്ള മറുപടി മുഖ്യമന്ത്രി നൽകുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായിരുന്നാലും ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ തന്നെ അധ്യക്ഷതയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്ത് അവലോകന യോഗം ചേർന്നിരുന്നു. ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുമടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമായും ചീഫ് സെക്രട്ടറി അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് അവിടെ ഇവർക്കുള്ള രക്ഷാപ്രവർത്തനത്തിലും അതോടൊപ്പം തന്നെ അവിടെ അപകടത്തിൽപ്പെട്ട ആളുകൾക്കുള്ള അടിസ്ഥാന വസ്തുക്കൾ, അവർക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ അവിടെ എത്തിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവിടെ 450-ലധികം സൈനികർ ഇപ്പോൾ തന്നെ അവർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ തുടരുന്നുണ്ട് എന്ന കാര്യം കളക്ടർ പറഞ്ഞു. പിന്നീട് ജില്ലാ കളക്ടറുടെ ഒരു അറിയിപ്പാണ് വന്നത്. ഈ വാഹനങ്ങൾ അവിടെ റോഡിൽ പാർക്ക് ചെയ്യുന്നത്, അത് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യരുത് എന്ന തരത്തിലുള്ള ജില്ലാ കളക്ടറുടെ ഒരു അറിയിപ്പ്. അതിൽ നമ്മൾ വളരെ ഗൗരവമായി കാണണം. കാരണം അവിടേക്ക് ഒരുപാട് ആളുകൾ എത്തുന്നത് ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും എന്നൊരു വസ്തുതയുണ്ട്. പക്ഷേ ഈ സന്നദ്ധ സംഘടനകളും ചില ക്ലബ്ബുകളും മറ്റുമൊക്കെ ഭക്ഷ്യവസ്തുക്കളുമായി അവിടേക്ക് എത്താനുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ സത്യസന്ധമായി അല്ലെങ്കിൽ ആത്മാർത്ഥമായി അവിടേക്ക് എത്തുന്ന ആളുകൾ കൊണ്ടുവരുന്ന വസ്തുക്കൾ വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇതൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൂടി അല്ലെങ്കിൽ അത്തരത്തിൽ അമിത്ഷായുടെ ഭാഗത്തു നിന്നൊരു പരാമർശം ഉണ്ടാകുമ്പോൾ ആ വഴിക്ക് കൂടി ഈ സംഭവം മാറിപ്പോകുന്നുണ്ട്. തീർച്ചയായും നമ്മൾ സ്ക്രീനിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് കാണുന്നത് രക്ഷാ ദൗത്യം നടക്കുന്ന ഇടത്തേക്ക് അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ അകപ്പെട്ടവർക്ക് എത്തിക്കാനുള്ള ഭക്ഷണ സാമഗ്രികൾ കളക്ട് ചെയ്യുന്നതും അത് എത്തിക്കുന്നതുമായിട്ടുള്ള നടപടികൾ നടന്നു വരുന്നതാണ്. ദുരന്തമുഖത്തെ ഓരോ ആശ്വാസ കാഴ്ചകളാണ് അത്. അതിനപ്പുറം നമ്മൾ സ്ക്രീനിൻ്റെ ഇടതുഭാഗത്ത് കാണുന്നത് അവിടെ പാലം നിർമ്മാണത്തിനുള്ള സജ്ജീകരണങ്ങൾ നടക്കുന്നതും ആ സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റോപ്പിലൂടെ മൃതദേഹങ്ങൾ കരയിലേക്ക് എത്തുന്നതുമായ ഏറ്റവും ദുഃഖകരമായ സാഹചര്യം കൂടിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 225 പേരെ കാണാതായിരിക്കുന്നു എന്ന വിവരം വരുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉയരുകയാണ്. ഇവരൊക്കെ എവിടെയാണ്, ഏത് വിധത്തിലാണ് എന്നത് നമുക്ക് രണ്ടാം ദിനവും അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നത് ഈ ദുരന്തത്തിന്റെ ആഴം എത്രമാത്രം വലുതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇന്നും ചാലിയാർ പുഴയിൽ നിന്ന് 24 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നതാണ് മനസ്സിലാക്കുന്നത്. അത്രമാത്രം ദൂരത്തിലേക്ക്, ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരത്തിലേക്ക് വരെ മൃതദേഹങ്ങളെത്തി. അവിടങ്ങളിൽ അടിയാതെ ഒരുപക്ഷെ കടലിനോട് ചേർന്നും ഉണ്ടാകാം മൃതദേഹങ്ങൾ, മനുഷ്യാവശിഷ്ടങ്ങൾ. എത്രമാത്രം ഭീകരമായിരുന്നു ആ ദുരന്തം എന്നത് ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 3.5 മണിക്കൂർ സമയം കൊണ്ട് ഏതാണ്ട് 7 കിലോമീറ്റർ ദൂരം ഈ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടയിൽ നിന്നും ഇത്രയധികം ദൂരം, ഇത്രയധികം വീടുകൾ കടപുഴക്കി
ഒരു നാടിനെ ആകെ നാമാവശേഷമാക്കാൻ വേണ്ടി വന്നത് 3.5 മണിക്കൂറാണ്. 2 ഉരുൾപൊട്ടലാണ് ഈ സമയത്തിനുള്ളിൽ അവിടെ ഉണ്ടായത്. പക്ഷേ ആ ദുരന്ത സ്ഥലത്തേക്ക് 2 ദിവസം പിന്നിടുമ്പോൾ നമുക്ക് പൂർണ്ണമായും അടുക്കാൻ കൂടി കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ എത്ര ദിവസങ്ങൾ എടുത്താൽ മാത്രമായിരിക്കും ഈ സംഹാര താണ്ഡവം അതിൻ്റെ ആഴം എത്രമാത്രം ദുരിതമുണ്ടാക്കിയിട്ടുണ്ട്, എത്രമാത്രം ജീവനുകൾ അത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയൂ. വെറും 3.5 മിനിറ്റ് കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞ ഒരു പ്രദേശമാകെ നശിപ്പിച്ചു കളഞ്ഞ വലിയ ദുരന്തം. പക്ഷേ ഇപ്പോഴും മനുഷ്യന് അവിടേക്ക് പൂർണ്ണതോതിൽ എത്താൻ പോലും കഴിയാതെ പകച്ചു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. ഈ പ്രകൃതിക്ഷോഭങ്ങൾ എങ്ങനെയാണ് മനുഷ്യനെ വേട്ടയാടുന്നത് എന്നത് നമ്മൾ കാണേണ്ടതാണ്. എത്രമാത്രം ഭീകരമാണ് ആ അവസ്ഥ എന്ന് നമ്മൾ അറിയേണ്ടതാണ്. ഇനിയും അവിടെ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പൂർണ്ണതോതിൽ നമുക്ക് സാധ്യമായിട്ടില്ല. ആകെ ഒരു ഹിറ്റാച്ചി